ഹായ്. ഇന്ന് മഷ്റൂമും ക്യാപ്സിക്കവും കൂടെ കുറച്ച് ബീൻസും എല്ലാം കൂടി ഇട്ട് ഒരു മസാലക്കറി ഉണ്ടാക്കുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് 2 പാക്കറ്റ് ബട്ടൺ മഷ്റൂം മേടിച്ചിട്ടുണ്ട്. കുറച്ച് അതിൻ്റെ മേലെ മണ്ണൊക്കെ കാണും. അതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് കളയണം. കഴുകി വൃത്തിയാക്കിയാൽ ചിലപ്പോൾ അത് പോകും. എന്നാലും ഞാനത് കഴുകി കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് അതിൻ്റെ മേൽഭാഗത്തിൽ നല്ലപോലെ ഒന്ന് ചിരണ്ടി വൃത്തിയാക്കി എടുക്കും. അതിന് ശേഷം അത് 4ആയി മുറിച്ചിട്ടിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 ഉള്ളി, ഒരു 5 പച്ചമുളക്, ഒരു തക്കാളി, ഒരു ഇഞ്ചി കഷ്ണം, വെളുത്തുള്ളി ഇതെല്ലാം മുറിച്ച് വെക്കണം നമ്മൾ. അതിന് ശേഷം ഒരു ചീനച്ചട്ടിയിലോട്ട് എണ്ണയൊഴിച്ച് അതിനകത്ത് ഉള്ളി പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് വഴറ്റുക. ഉള്ളിയും പച്ചമുളകും വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൽ നന്നായിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ അല്ലാതെ തന്നെ വെളുത്തുള്ളി ഇടുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് അവിടെ മുറിച്ച് വെച്ചിരിക്കുന്ന ബീൻസ് ഉണ്ടല്ലോ, ആ ബീൻസ് എടുത്ത് ഇതിനകത്തോട്ടിട്ട് 5 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കുക. ബീൻസിൻ്റെ ഈ കൂണിൻ്റെ വേവ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുള്ളതുകൊണ്ട് കൂണ് വേഗം വെന്ത് കിട്ടുന്ന ഒരു സാധനമാണ്. ബീൻസ് ആകുമ്പോൾ കുറച്ച് താമസം വരും. അതുകൊണ്ട് ബീൻസ് ആദ്യം വേവിച്ചെടുക്കുക. ബീൻസ് എടുത്ത് വേവിച്ചതിന് ശേഷം ഈ കൂണും കൂടെ ചേർത്ത് മൂടി വെച്ച് നല്ലപോലെ ഇളക്കി മൂടി വെക്കണം. ഒരു 5 മിനിറ്റ് നേരം മൂടി വെക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അതിൻ്റെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ മേലെ കുറച്ച് വിതറി കൊടുക്കുക. അതിന് ശേഷം തക്കാളി ഇട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും എന്താകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ കുറച്ച് വെള്ളമൊക്കെ കാണും. അത് നല്ലപോലെ തുറന്ന് വെച്ച് നല്ലപോലെ ഇളക്കി തോർത്തിയെടുക്കണം. അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. ഇത് മിക്സ് വെജിറ്റബിൾ മസാലയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അതിനകത്ത് എല്ലാ പച്ചക്കറിയും ഉണ്ട്. ബീൻസ് ഉണ്ട്. എല്ലാ പച്ചക്കറിയെന്ന് പറയാൻ പറ്റില്ല. ബീൻസും ക്യാപ്സിക്കാണ് മെയിൻ ഇട്ടേക്കുന്നത് ഞാൻ. അപ്പോൾ ക്യാപ്സിക്കം നമുക്ക് ലാസ്റ്റ് ഇടാൻ പാടില്ല. എന്ന് വെച്ചാൽ ക്യാപ്സിക്കം ഒരാവി വരുമ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടുന്ന ഒരു സാധനം. അപ്പോഴത്തേക്കും നമ്മൾ ഈ മസാലകളെല്ലാം റെഡിയാക്കി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം എല്ലാം മാറി നല്ലപോലെ ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റി നല്ലപോലെ കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ക്യാപ്സിക്കം ഇട്ട് കൊടുത്താൽ മതി. ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് നമ്മൾ മുറിച്ച് വെച്ച വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ മേലെ ചെറുതായി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ആവിക്ക് തന്നെ ആ വെളുത്തുള്ളിയും വെന്ത് കിട്ടും. സെപ്പറേറ്റ് വെളുത്തുള്ളി വഴറ്റണമെന്നൊന്നുമില്ല. അങ്ങനെ നല്ലപോലെ തോർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ മതി. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ടാകും. ചപ്പാത്തിക്കും ഇതിനെല്ലാം കൂട്ടാൻ വളരെ നല്ലതല്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.